ലോകത്തിലെ മൊത്തം എണ്ണ വിതരണത്തിന്റെ 1/5 കടന്നുപോകുന്ന ഹോർമുസ് കടലിടുക്ക് യുദ്ധം തുടങ്ങിയതോടെ ഫലത്തിൽ അടഞ്ഞുകിടക്കുകയാണ്. എന്നാൽ ഇതിനിടയിലും എണ്ണ ടാങ്കറുകൾ ഉൾപ്പെടെ 90ഓളം കപ്പലുകൾ ഇതുവഴി കടന്നുപോയതായി റിപ്പോർട്ട്. മാരിടൈം ഡേറ്റ ഏജൻസികളായ ലോയിഡ്സ് ലിസ്റ്റും കെപ്ലറും നൽകുന്ന വിവരമനുസരിച്ച് യുദ്ധം തുടങ്ങിയ മാർച്ച് ആദ്യവാരം മുതൽ ഇതുവരെ ഇറാൻ 16 ദശലക്ഷം ബാരലിലധികം എണ്ണയാണ് കയറ്റുമതി ചെയ്തത്. ഉപരോധങ്ങൾ മറികടക്കാൻ റഡാറുകളിൽ പെടാതെ രഹസ്യമായി സഞ്ചരിക്കുന്ന ഇറാനുമായി ബന്ധമുള്ള ഡാർക്ക് കപ്പലുകളാണ് ഇതിൽ കൂടുതൽ കടന്നുപോയത്. മുൻപ് പ്രതിദിനം 100 മുതൽ 135 കപ്പലുകൾ വരെ കടന്നുപോയിരുന്ന സ്ഥാനത്ത് മാർച്ച് 1 മുതൽ 15 വരെയുള്ള ദിവസങ്ങളിൽ വെറും 89 കപ്പലുകൾ മാത്രമാണ് കടന്നുപോയത്. ഇതിൽ 16 എണ്ണ ടാങ്കറുകളായിരുന്നു. ഈ മേഖലയിൽ ഇതിനോടകം 20 കപ്പലുകൾ ആക്രമിക്കപ്പെട്ടിട്ടുണ്ട്. ആക്രമണങ്ങൾ ഒഴിവാക്കാൻ പല കപ്പലുകളും തങ്ങൾക്ക് ചൈനയുമായി ബന്ധമുണ്ടെന്നോ അല്ലെങ്കിൽ ചൈനീസ് ജീവനക്കാരാണുള്ളതെന്നോ കാണിക്കുന്നുണ്ട്. പാശ്ചാത്യ ഉപരോധങ്ങൾ കാരണം നിലവിൽ ചൈനയാണ് ഇറാന്റെ എണ്ണ ഏറ്റവും കൂടുതൽ വാങ്ങുന്നത്. ഇറാന്റെ എണ്ണ കയറ്റുമതിയിൽ ഇപ്പോഴും വലിയ ഇടിവ് സംഭവിച്ചിട്ടില്ലെന്നാണ് സൂചന. ചില രാജ്യങ്ങൾ നയതന്ത്ര ചർച്ചകളിലൂടെ തങ്ങളുടെ കപ്പലുകൾ സുരക്ഷിതമായി ഇതുവഴി കടത്തിവിടുന്നുണ്ട്. LPG വഹിച്ചുകൊണ്ട് ഇന്ത്യയുടെ ശിവാലിക്, നന്ദാദേവി എന്നീ കപ്പലുകൾ മാർച്ച് 13, 14 തീയതികളിൽ ഇതിലൂടെ കടന്നുപോയി. ഇറാനുമായുള്ള ചർച്ചകൾക്ക് ശേഷമാണ് ഇത് സാധ്യമായതെന്ന് ഇന്ത്യൻ വിദേശകാര്യമന്ത്രി S. ജയശങ്കർ ഫിനാൻഷ്യൽ ടൈംസിനോട് വ്യക്തമാക്കിയിരുന്നു. പാകിസ്ഥാന്റെ കറാച്ചി എന്ന ക്രൂഡ് ഓയിൽ ടാങ്കറും കഴിഞ്ഞ ദിവസം കടന്നുപോയി. എണ്ണ ടാങ്കറുകൾ കടത്തിവിടാൻ ഇറാഖും ഇറാനുമായി ചർച്ചകൾ നടത്തുന്നുണ്ട്. യുദ്ധം തുടങ്ങിയതോടെ ആഗോള വിപണിയിൽ എണ്ണവില 40% വർദ്ധിച്ച് ബാരലിന് $100 മുകളിലെത്തി. US, ഇസ്രായേൽ എന്നിവർക്കും അവരുടെ സഖ്യകക്ഷികൾക്കും ഒരു തുള്ളി എണ്ണ പോലും നൽകില്ലെന്നാണ് ഇറാന്റെ നിലപാട്. എണ്ണവില കുറയ്ക്കുന്നതിനായി യുദ്ധക്കപ്പലുകൾ അയക്കാനും ഹോർമുസ് തുറക്കാനും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സഖ്യകക്ഷികളിൽ വലിയ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട്. ഇറാന്റെ പ്രധാന എണ്ണ കേന്ദ്രമായ കാർഗ് ഐലൻഡിലെ സൈനിക കേന്ദ്രങ്ങളിൽ US ബോംബാക്രമണം നടത്തിയെങ്കിലും എണ്ണ അടിസ്ഥാന സൗകര്യങ്ങളെ തൽക്കാലം ഒഴിവാക്കിയതായി ട്രംപ് വ്യക്തമാക്കിയിരുന്നു. ചുരുക്കത്തിൽ ഹോർമുസ് കടലിടുക്ക് പൂർണ്ണമായി അടച്ചിട്ടില്ലെന്നും തങ്ങൾക്ക് താൽപര്യമുള്ള ചില കപ്പലുകൾക്കും സ്വന്തം കയറ്റുമതിക്കും മാത്രമായി ഇറാൻ ഇത് ഉപയോഗിക്കുകയാണെന്നുമാണ് വിലയിരുത്തപ്പെടുന്നത്. അതേസമയം UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ടെലിഫോണിൽ സംസാരിച്ചു. പശ്ചിമേഷ്യയിലെ നിലവിലെ യുദ്ധ സാഹചര്യം ചർച്ച ചെയ്ത പ്രധാനമന്ത്രി സമാധാനം പുനഃസ്ഥാപിക്കാനുള്ള ശ്രമങ്ങൾ ഇന്ത്യ തുടരുമെന്ന് വ്യക്തമാക്കി. പശ്ചിമേഷ്യൻ മേഖലയിലെ സുരക്ഷാ കാര്യങ്ങളിൽ ഇന്ത്യയും UAEയും കൈകോർത്ത് പ്രവർത്തിക്കുമെന്നും മോദി നഹ്യാൻ ചർച്ചയിൽ തീരുമാനമായി. ആഗോള വ്യാപാരത്തിൽ നിർണായകമായ ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള സുരക്ഷിതവും സ്വതന്ത്രവുമായ കപ്പൽ ഗതാഗതം ഉറപ്പാക്കേണ്ടതിന്റെ പ്രാധാന്യം ഇരു നേതാക്കളും ചർച്ച ചെയ്തു. മേഖലയിൽ എത്രയും വേഗം സമാധാനവും സ്ഥിരതയും സുരക്ഷയും തിരിച്ചു കൊണ്ടുവരുന്നതിനായി ഇന്ത്യയും UAEയും ഒരുമിച്ച് പ്രവർത്തിക്കുമെന്ന് ഇരു നേതാക്കളും ഉറപ്പു നൽകി. പശ്ചിമേഷ്യൻ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ അതീവ പ്രാധാന്യത്തോടെയാണ് ഈ നയതന്ത്ര ചർച്ചയെ ലോകം നോക്കിക്കാണുന്നത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.